ഓ, ഹലോ. ലിയാഖത്ത് ഭായി, പറയ്. ഞാൻ കുറെ ദിവസം ഞങ്ങളെ വിളിക്കുന്നത്, ഉം. പക്ഷെ കിട്ടുന്നില്ല. പ്രശ്നമാണ്. ഓക്കെ, ഞാൻ ഓരോ ഇതേപോലെ തന്നെ തിരക്കുകൾ. ഓക്കെ, ഞാൻ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യും. എനിക്ക് ഒന്നാമതെന്ന് വെച്ചാല് ഞാൻ ആദ്യം നല്ല വിശ്വാസിയായിരുന്നു. അതുപോലെ തന്നെ എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പതിയെ ഞാൻ ഗൾഫിലേക്ക് പോയതിന്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ കാണാൻ തുടങ്ങിയത്. ആദ്യം നമ്മളെ വേറെ ആൾക്കാരൊക്കെ വീഡിയോ ഇങ്ങനെ വന്ന്, പിന്നെ നിങ്ങൾ കയറി വന്ന് നിങ്ങളുടെ നിന്നാണ് പൂർണ്ണമായിട്ടും എന്താ പറയാ, എനിക്ക് ഇതിന്റെ അടിക്കടിക്ക് പോയി നോക്കാൻ തോന്നിയത്. അങ്ങനെ പോയി നോക്കിയപ്പോൾ നമ്മളൊരു വിശ്വാസി എന്നുള്ളതിൽ നമുക്ക് പിന്നെ ഒരുപാട് ഡൗട്ടുകൾ വരെ തുടങ്ങി. ഭയങ്കര ഡൗട്ട് കാര്യങ്ങളെല്ലാം. ശരിക്കും ഞാൻ ലിയാഖത്ത് ഭായിനോട് ചോദിക്കട്ടെ, ഇനി അഥവാ ഇതിന്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പിന്നത്തെ ഒരു നാളിൽ ഇത് സത്യം അറിയേണ്ടി വരും. അതായത് ഇതൊന്നും അല്ല, ഇത് ഇനി ശരിയായിട്ട് തോന്നുന്നു എന്നുള്ളൊരു ബേജാർ അതും നമുക്കുള്ളിലുണ്ട്. ഒരു വിശ്വാസം തന്നെയുള്ള ബിരിയാണി കൊടുക്കണ്ടെങ്കിലെന്നാ ഉണ്ടെങ്കിലോ അതിനെ അത് പറ്റിട്ട്. നമുക്ക് അത് നമുക്ക് കുറച്ചു കാലം ഉണ്ടാവും അതിന് കാര്യം. അതായത് നമ്മൾ ഇത് ചെറിയ പ്രായത്തിൽ കയറി കൂടിയ സാധനമാണ്. അപ്പൊ വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് പോരാടുന്നത്. അതായത് നിങ്ങളുടെ ബോധ്യത്തിൽ അപ്പൊ നമ്മളിപ്പോ ഞാനൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിളിലൂടെ പോയതാണ് ഈ കാര്യങ്ങൾ. വസ്തുതകൾ മുന്നിൽ ഇങ്ങനെ നിൽക്കും ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചു വെച്ചതും നമ്മളെ ഉള്ളിലോട്ട് പണ്ട് മുതലേ കയറി കൂടിയിട്ടുള്ള നമ്മുടെ ചിന്തകളും ഉണ്ടാവും. അപ്പൊ ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് വരിക. അതായത് നമ്മൾ അള്ളാഹു, റസൂല്, ഖുർആൻ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, അതും ഇപ്പൊ നമ്മളെ മുന്നിൽ ഇങ്ങനെ എന്താ പറയാ, സത്യം പല്ലിളിച്ച് നിൽക്കാന്നൊക്കെ പറയല്ലോ, യാഥാർത്ഥ്യം ഇങ്ങനെ പല്ലിളിച്ച് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടി തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോ നമുക്കത് ഒരു മാനസിക പ്രയാസം തുടക്കത്തിൽ ഉണ്ടാവും. കാരണം അത്രയും നമ്മൾ മനസ്സിൽ ചേർത്ത് വെച്ച ആശയം, അത്രയും നമ്മൾ സ്നേഹിച്ച പ്രവാചകൻ, അത്രയും ബഹുമാനിച്ച ഖുർആൻ, മനസ്സിലായോ? ഈ സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രശ്നം തുടക്കത്തിലൊക്കെ തോന്നും. നമുക്ക് ഈ പറഞ്ഞ പോലെ പല ചിന്തകൾ വരും. ഇപ്പൊ ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ വരും. ഇനി ഇബിലീസ് നമ്മളെ ഇങ്ങനെ വഴിതെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് വരും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ മരണഭയം കയറി വരും. അപ്പോ അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എന്തായാലും നിങ്ങളെ എക്സ്പീരിയൻസ് പറയൂ. എന്റെ എക്സ്പീരിയൻസ് ഞാനിങ്ങനെ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണിപ്പോ ഇന്റത്. എന്താണ് വേറെ ബഹളുണ്ടോ? അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഒരു ഫീലിങ്സ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ എന്റെ ഈ ആശയങ്ങൾ കുറെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അതും നല്ല അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കാരും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കും സത്യം പറഞ്ഞെങ്കിൽ ശരിയാണെന്നുള്ളൊരു കണ്ടീഷനിലായിട്ടുള്ള പിള്ളേരൊക്കെ. എല്ലാത്തിലേക്കും ഇത് എത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തന്നെയാണ്. പക്ഷെ ഇനിയിപ്പോ ഇതില്ലാത്തിന്റെ പേരില് നമുക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു മൈൻഡിലാവോ എന്നുള്ളതാ. അതൊരു ബേജാറുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരും പേടിയില്ല, അങ്ങനെ തോന്നും. അതൊക്കെ ഈ ഉസ്താദുമാര് പറഞ്ഞുണ്ടാക്കിയ പേടിയാണ്. അതായത് മതമാണ് ധാർമ്മികത പഠിപ്പിച്ചത് എന്നുള്ളത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു ചിന്തയാണ്. മതമല്ല തെറ്റും ശരിയും പഠിപ്പിച്ചത്. ഓരോ മതങ്ങൾ ഉണ്ടായി വന്ന സമയത്ത് അവിടെ ആ നാട്ടിലുണ്ടായിരുന്ന തെറ്റും ശരിയും കുറച്ച് പരിഷ്കരിച്ച് മതം അവരുടേതായിട്ട് മാറ്റിയതാണ്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, എന്റെ സിസ്റ്റത്തിന് ചെറിയ കാര്യം. പറയാം. അപ്പൊ അതല്ലാതെ അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ നിങ്ങള് ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് കണ്ടാ നിർത്തുവോ വണ്ടി? നിർത്തും. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാ വണ്ടി കാർ ഓടിക്കാം? ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഓടിക്കാം. എന്തിനാണ് ഈ ഹെൽമെറ്റ് ഒക്കെ ഇടുന്നത്? ഒന്നും അല്ല പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ അത് നമ്മള് ഒരു ഇതൊന്നും അന്നത്തെ കാലത്ത് ഉള്ളതല്ലല്ലോ, അതുകൊണ്ട്. ആയിക്കോട്ടെ, പോട്ടെ. നമ്മള് തെറ്റു ശരികളും തീരുമാനിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ, ഒരു പ്രത്യേക സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ പൊതു ധാർമ്മികതയാണ് നമ്മൾ എല്ലാവരും പങ്കുവെക്കുക. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ബാങ്ക് ഇടപാട് നടത്തുന്നത് മഹാമോശം കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം അതിപ്പോ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി പോയതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് പലിശ കൊടുപ്പും വാങ്ങലും ഏറ്റവും മോശം കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. വിശ്വാസികളാരും അത് അങ്ങനെയല്ല കൈകാര്യം ചെയ്യുന്നത്. എല്ലാ മൂല്യന്മാർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, എല്ലാ മൂല്യന്മാർക്കും ബൈക്ക് ലോണും കാർ ലോണും ഉണ്ടാവും. ഇനി അതേ സമയത്ത്
അള്ള ഹറാമാക്കിയ പലിശന്റെ കാര്യമാണ് കേട്ടത്. ഇനി അള്ള ഹലാലാക്കിയ ബഹുഭാര്യത്വം ഉണ്ട്. ഒന്നിലധികം കല്യാണം കഴിച്ച എത്ര ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളെ മുമ്പില്? വളരെ അപൂർവല്ലേ? അപൂർവമാണ്. എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട് അള്ള. പക്ഷെ അവർക്ക് അതെന്തോ ഒരു മോശം കാര്യമായിട്ടാണ് തോന്നുന്നത്. ഒരു ഭാര്യ ഉണ്ടായിരിക്കെ വേറൊരു കല്യാണം കഴിക്കണ എന്തോ ഒരു മോശം കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. അതെന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ പങ്കുവെക്കുന്ന ഒരു പൊതുമൂല്യമുണ്ട്. അത് ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ജനത ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ശരി തെറ്റുകളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവും. അതാണ് ധാർമ്മികത. അതൊക്കെ. പക്ഷെ നമ്മള് ഇപ്പൊ ഇല്ലേ, നമ്മളിപ്പോ ഈ നിങ്ങളൊക്കെ ഫസ്റ്റ് ഉള്ള വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്തില്ലേ, നമുക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര പക, ദേഷ്യമൊക്കെ ഫസ്റ്റ് വന്നേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെന്ത് ഇങ്ങനെ പറയുന്നത്, നമ്മൾ അത്രയും പെയിൻഫുൾ ആണല്ലോ മുത്ത് നബി എന്നൊക്കെ പറയുമ്പോ നമുക്ക് അങ്ങനെ നമ്മൾ അത്രയും തേനും പാലും ഒൽപ്പിച്ചിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രയും ഡീപ്പായിട്ട് ഇപ്പൊ ഞാനും ഇപ്പൊ നമ്മളെ വീട്ടിലുള്ള ഉമ്മയായാലും പെങ്ങന്മാരായാലും എല്ലാവരും ഇതേ കണ്ടീഷനാ. എന്തിനാ നമ്മളിങ്ങനെ അവിടെ കിടക്കുന്ന ഇയാളെങ്ങനെ ആദരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നി തുടങ്ങി. പിന്നെ ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോ ഫുള്ള് കൊള്ളരുതായ്മ. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ ഞാനിപ്പോ പൂർണ്ണമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളെ വീഡിയോ വെയിറ്റ് ചെയ്യുന്നതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പോ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. കാരണം നമുക്കിത് അറിവ് കിട്ടും തോറും ഞാൻ ഒന്നുകൂടി മനുഷ്യനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ ആദ്യം ചെയ്യാത്ത കുറെ പ്രവൃത്തികൾ ഇപ്പൊ ആരെങ്കിലും കണ്ടാലും, ഇപ്പോ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു വയസ്സായ ആൾക്കാരെ കണ്ട സമയത്തൊന്നും ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എന്നുള്ള ചിന്തയിൽ ആദ്യം പോയിരുന്നത്. അയാളെ കയറ്റിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ. ഇപ്പൊ ഒക്കെ 2 ഹെൽമെറ്റ് കാര്യങ്ങൾ, എന്നാലും പറ്റുന്നിടത്ത് നമ്മള് അവരൊക്കെ നമ്മളെ ഉള്ളിൽ തോന്നുകയാണ് മനുഷ്യനാണ്, ചെയ്യടാ ഒരു നന്മ എന്ന് തോന്നിപ്പോവാണ്. അതൊക്കെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയൊരു ഗുണമാണ്. അല്ല, ഇത് നമ്മള് ഈ മതത്തിൽ നിന്ന് പുറത്തു കിടന്ന് മതത്തിന്റെ കണ്ണാടി ഊരി വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനുഷ്യരെ കാണും. മതത്തിന്റെ കണ്ണാടി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും മുസ്ലിമിനെയും ഒക്കെ കാണും. ഇതിലൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. ഇത് പുറത്ത് കടന്നിട്ട് മനുഷ്യരോട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് ആ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിനൊരു ഹിദായത്ത് കിട്ടണം. ഇതൊന്നും മനസമാധാനം എന്ന് പറഞ്ഞ സാധനം നമ്മൾ അറിയണമെങ്കിൽ, മറ്റേത് നമ്മളെ ജീവിതത്തിലെ നമ്മുടെ ചിന്തകളിൽ പോലും ഇടപെടുന്ന തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ സാധനം. അത് ഞാൻ അങ്ങനെ പറയുന്നോണ്ട് വിഷമം തോന്നണ്ട. കാരണം ഇത് മനുഷ്യന്റെ സ്വകാര്യ ജീവിതം, ബാത്റൂമിൽ വരെ ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആക്ച്വലി അവിടെ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പോ നമ്മളിപ്പോ ഈ മദ്രസ പോയിട്ടില്ലാത്തവരും മലമൂത്ര വിസർജനം നടത്തുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അതിനപ്പുറത്തേക്ക് ബാത്റൂമിലേക്ക് കയറുമ്പോ ഇടത് കാല് വെച്ച് കയറണം, അത് അള്ള ഇങ്ങനെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ മലക്കുകൾ ഇങ്ങനെ എഴുതാൻ റെഡി ആയിട്ടിരിക്കുക. എങ്ങാനും നമ്മളൊന്ന് മുട്ടലിന്റെ അർജന്റിൽ വലത്തുകാല് വെച്ചാൽ അപ്പൊ തന്നെ ഒരു തിന്മ എഴുതി വെക്കുക. എന്നിട്ട് അവിടെ നമ്മളെ നമ്മൾ ബാത്റൂമിലേക്കും വരുന്നതും കാത്തിട്ട് അവിടെ ഇങ്ങനെ ആൺപിശാചുക്കളും പെൺപിശാചുക്കളും കാത്തിരിക്കുക. പുരുഷനാണ് ബാത്റൂമിൽ കയറണമെങ്കിൽ പെൺപിശാജ് ഈ ഔറത്ത് കാണാനും, നമ്മള് ജീനി ചിട്ട വിട്ടിട്ടുള്ള എന്തെങ്കിലും രീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇടത്തോട്ട് ചാഞ്ഞിരിക്കണം, വലത്തോട്ട് ചാഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ പിശാച് ഇടപെടുക എന്നിത്യാദി ഇങ്ങനെ പറഞ്ഞ് ഒരു മനുഷ്യന്റെ നാം ചെറിയ പ്രായത്തിൽ ഇതൊക്കെ പഠിച്ചു വെച്ചത് കൊണ്ട് ഇതൊന്നും അന്ന് നമുക്കൊരു അയ്യേന്ന് തോന്നൂല. ഇതിപ്പോ ആദ്യമായിട്ട് ഒരു 20 വയസ്സുള്ള ഒരാൾക്കാണ് നമ്മൾ ഈ ക്ലാസ് എടുത്ത് കൊടുക്കണമെങ്കിൽ അയാള് അയ്യേ എന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വെച്ച് കൊടുക്കും. അപ്പൊ അതുപോലത്തെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ ഓരോ കാര്യത്തിൽ നമ്മളിങ്ങനെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും. നമ്മൾ നഖം വെട്ടുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു രീതിയുണ്ട്. അത് ആദ്യം ഏത് നഖമാണ് വെട്ടേണ്ടത് എന്നൊക്കെയുള്ള തുടങ്ങിയിട്ടുള്ള സംഗതികളുണ്ട്. ആദ്യം ഒരു കൈയിന്റെ ചൂണ്ടുവിരൽ മുതൽ അങ്ങോട്ട് പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു മീൻസ് നമ്മൾ സുന്നത്തിലോട്ട് അങ്ങ് ആഴ്ന്നാഴ്ന്ന് പോകുമ്പോ പലതും പുറത്തു വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ മനുഷ്യന്റെ എല്ലാ ജീവിതവും ഇതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നലില് നമുക്ക് ഒന്നും മനസമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ പോലും, ഒന്ന് ശ്വാസം എടുക്കാൻ പോലും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊക്കെ ഭയങ്കരമായിട്ട് ആലോചിച്ചിരുന്നു. അപ്പൊ നിങ്ങള് സംസാരിക്കേണ്ടതാണ്, പക്ഷെ എന്റെ ഒരു ഓർമ്മ വന്നപ്പോ പറയാണ്. ഇപ്പൊ നമ്മൾ കിടന്നുറങ്ങുമ്പോ ടിബിലക്ക് മുഖം വരുന്ന രീതിയിൽ വലതുവശം ചെരിഞ്ഞു കിടക്കണം. എന്നിട്ട് വലത് കൈയിന്റെ കവിൾത്തടം നമ്മളെ വലത് കൈയിന്റെ കൈപ്പത്തിയിൽ വെച്ചിട്ട് ചെരിഞ്ഞാണ് കിടക്കേണ്ടത്, ചിട്ട. അപ്പൊ നമ്മള് ഇനി എങ്ങാനും ഉറക്കത്തിലൊക്കെ മരിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിടക്കുമ്പോ അങ്ങനെ തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മളവിടെ നമ്മളെ ഉറക്കത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മളെ കിടത്തത്തിന്. ഞാനിപ്പോ അടുത്ത് നിങ്ങളെ അനുഭവം പറയും. ഇപ്പൊ എന്റെ ഒരു അനുഭവം എങ്ങനെ അറിയോ? ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നാട്ടിലിടക്ക് വരുന്ന പ്രവാസിയാ. അപ്പൊ എനിക്ക്
ഞാൻ ഒരു 15 ദിവസം ലീവിന് വന്നേ. അപ്പൊ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പറയും. ഇപ്പൊ എനിക്ക് എന്റെ മുമ്പിൽ ഈ ആശയം ഉണ്ടല്ലോ, എന്റെ തലയിൽ ഈ ആശയമാണല്ലോ ഇപ്പൊ നിലവില് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കാണല്ലോ. പറ്റുന്നവരോട് നമ്മൾ പറയും, അല്ലെങ്കിൽ കേൾക്കുന്നവരോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കും. പ്രത്യേക കാരണം വെച്ചാൽ അവരും കൂടി ബേജാറായിട്ട് ജീവിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞിട്ടാണ് ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ ബേജാറാണുള്ളത് കൊണ്ടെടുക്കുന്നത് മൊത്തം. ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമല്ല ഡെയിലി നമ്മൾ ഇതിന്റെ പിന്നാലെ പോവാണെങ്കിൽ. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരിക്കൽ തുടങ്ങി. ഞാൻ ചർച്ചയാക്കിയത് നമ്മുടെ ആയിഷ കല്യാണം തന്നെ. ഞാൻ ഉമ്മാനോട് ചോദിച്ചിങ്ങനെ ഇത് ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന്. കുറെ കഴിഞ്ഞിട്ട് ഉമ്മാക്കും തോന്നി അത് തെറ്റാന്ന്. പക്ഷെ അത് ഇതിലൊക്കെ ഉള്ളതല്ലേ കുഞ്ഞനെ, അങ്ങനെ കട്ട് ചെയ്തായിട്ടാ. പക്ഷെ ഇതിലൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അവരാണ്ട് അക്സെപ്റ്റ് ചെയ്യണത്. അത് പിന്നെ എന്ത് പിന്നെ ഞാൻ പിന്നെ വല്ലാതെ അത് നമ്മള് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ സാധനമാണ്. മുഹമ്മദ് നബി 1000 തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ് തന്നെ വിശ്വസിക്കണല്ലോ. അതെ, അത് അവരുടെ ബാധ്യതയാണ്. ഇപ്പൊ മുഹമ്മദ് നബി തെറ്റ് ചെയ്യൂല, മുഹമ്മദ് നബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റല്ല എന്നൊക്കെ വിശ്വസിക്കലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മുഹമ്മദ് നബിനെ സ്നേഹിക്കലും വിശ്വാസപരമായ ബാധ്യതയാണ്. കാരണം സ്വർഗത്ത് കിടക്കൂല അല്ലെങ്കിൽ. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ മുഹമ്മദ് നബി ചെയ്ത ഒരു കാര്യത്തിൽ ഒരു അബദ്ധം ഉണ്ട്, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സാധിക്കാത്തതിന്റെ കാരണം സ്വർഗം കിട്ടൂല. അതെ അതെ, അങ്ങനെ വിചാരിച്ചാല്. അതെ. അപ്പൊ അതൊരു തരം നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ബേജാറാണ്. ഇങ്ങനെ എല്ലാ സമയത്തും ഒരു ബേജാറിന്റെ മുകളിൽ ഇങ്ങനെ ജീവിക്കുന്ന വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാല് അതാണ് പ്രശ്നം. അങ്ങനെ പിന്നെ ഞാൻ ഇതേപോലെ എനിക്ക് ഒരു മനസ്സിലായ ഒരു ക്വാളിറ്റി എന്താ പറയാ, നമ്മളിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാലേ, നമ്മളിങ്ങനെ ചിന്തിച്ചെടുത്ത് നമുക്ക് എല്ലാരും നമുക്ക് മനുഷ്യരായി കണ്ട് നല്ല റിലാക്സ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ആരോടൊരു ദേഷ്യമോ ഒരു വൈരാഗ്യമോ ഒന്നുമില്ല ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോ. കാരണം തെറ്റ് പറ്റി മനുഷ്യർ എന്ന ചിന്തയിലാണ് ഇപ്പോ. അത് നമ്മളോട് മുന്നേ തെറ്റ് പറഞ്ഞ ആൾക്കാരോട് പോലും ഞാൻ പൊറുക്കപ്പെട്ട്, അതായത് എനിക്ക് ഇപ്പോൾ അയാളോട് വിഷയമല്ല, ഒരു മാനുഷിക പരിഗണന അത് നിലക്ക് ഞാൻ മാറി. നമ്മൾ ഈ ക്ഷമയൊക്കെ വരുന്നത് ഈ വിശ്വാസം ഇല്ലാതായിട്ട്. എന്റെ കാര്യത്തില് ക്ഷമ, ഇങ്ങനെയൊക്കെ എത്രയൊക്കെ ക്ഷമ നമുക്ക് കൈവരിക്കാൻ പറ്റിയത് ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ വൈകാരികത മാറ്റി വെച്ചിട്ട് നമ്മൾ ഓരോ വിഷയത്തിനെയും ആ വിഷയമായിട്ട് കാണാനും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ നമ്മൾ പിന്നെ ഓവർ വൈകാരികതയൊന്നും ഉണ്ടാവില്ല. അതെപ്പോഴും ഈ വിശ്വാസികളോട് മീൻസ് വിശ്വാസത്തിന് വേണ്ടി തർക്കിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള സംസാരത്തിൽ പൊതുവെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണത്. അവർ ഭയങ്കര 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 എന്തോ ഒരു അർജന്റ് ആയിരിക്കും, എന്തോ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ അർജന്റ് അവർക്ക് ഉണ്ടാവും. അതെ, ഞാനും അതിപ്പോ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1-2 ആൾക്കാർ എനിക്ക് തോന്നുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന അവരും ഇതേപോലെ ക്വാളിറ്റിയുള്ള സംസാരമാണ് ഇപ്പൊ പറയുന്നത്. അതെ അതെ അതെ, അത്രയും ദീനിയായിട്ടുള്ള ഒരുപാട് ചെക്കന്മാര് മാറിയിട്ടുള്ളേ. ചിന്തിച്ചു നോക്കുമ്പോ സ്വല്പം മാറാൻ അനിവാര്യമാണ് മാറല്. അതാണ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ പുതിയ തലമുറയിലുള്ള മാറ്റം, ഇപ്പം നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എന്താ എനിക്കറിയില്ല. ഞാന് ഒരു 30. ആ ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളുടെ ഇടയിൽ ഇത്തരം സംസാരങ്ങളും ചിന്തകളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ നാട്ടില്? ഇഷ്ടം പോലെ വെച്ചാൽ ഇന്നെ തന്നെ ഇപ്പൊ ഇവിടെ ഒട്ടുമിക്ക സർക്കിളിലും മനസ്സിലായി തുടങ്ങി. എന്തിനു പറയണ, എന്റെ മഹലിൽ വരെ ചെറിയ ചർച്ചയായപ്പോഴും പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കരുന്ന നമുക്കത് പിടികൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ നിലവില്. പക്ഷെ ഇതിപ്പോ ചിലപ്പം സൗണ്ട് നിന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവര് മനസ്സിലാക്കട്ടെ. പക്ഷെ ഇതിന്റെ ഒരു യുക്തി എന്ന് പറഞ്ഞത് അതാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാക്കട്ടെ. ഞാൻ എന്റെ നല്ലതാണ് സെലക്ട് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങള് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും വളരെ അപൂർവമായിട്ട് നമുക്കെതിരെയുള്ള സംഘടിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, എന്താ പറയാ, കായികമായിട്ടുള്ള അക്രമമൊക്കെ ഇപ്പം കുറച്ച് കുറവാണെങ്കിലും പക്ഷെ അത് ചെയ്യും എന്നുള്ള ഭീഷണിക്ക് കുറവൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നുള്ള സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ വ്യക്തിപരമായിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടാക്കാൻ പറ്റുന്ന പല ആളുകളും പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ മതവിശ്വാസത്തിന് പുറത്ത് കടന്നു എന്ന് ചുറ്റിലുള്ള ആളുകൾ അറിയുന്നു എന്നൊക്കെ വരുമ്പോഴേ കാര്യത്തിലൊക്കെ ഒരു കരുതൽ ഉണ്ടാവണം എന്ന് പറയാം. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഞാന് ആലോചിക്കുന്ന അത്രേ ഉള്ളൂ. അവരെന്തേലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. പക്ഷെ അത് അവരിഷ്ടം. പക്ഷെ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് ആ കാര്യത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാവുക. പിന്നെ എന്താ പറയാ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരോട് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ എൻഗേജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനൊന്നും ചെയ്യാറില്ല. എന്റെ സർക്കിളിൽ തന്നെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു തോന്നല്. പിന്നെ ഞാൻ പറയുന്നത് അവര് ചിന്തിക്കുമ്പോ അവര് പിന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പറയും, അങ്ങനെ പറയാനുള്ള കാരണം എന്താന്നൊക്കെ ചോദിക്കും എന്നോട്.
ഞാൻ അങ്ങനെ പറയിങ്ങനെ അതിലും ഞാൻ ജസ്റ്റ് അത്തരം സംഭാഷണങ്ങളിലൊക്കെ ഒരു സൂക്ഷ്മത വേണമെന്ന് പറയാം. ആ ആരുമായിട്ടാണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. കാരണം ആരാ എങ്ങനെയാ എവിടുന്ന എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ലിയാഖത്ത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഭായിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാ? എനിക്കങ്ങനെ എന്താ പറയാ, നമ്മൾ അങ്ങനെ ഒരു കാര്യം ഒരു എൻകൗണ്ടറോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മൾ അങ്ങനെ ഒന്നും ഉം, നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിലും ഉം. പല കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോട്ടെ, പക്ഷെ ഇവര് പ്ലാൻഡ് ശ്രദ്ധിക്കണം എന്ന് ആയിരിക്കും. പറയാം. ഉം. ഇങ്ങനെ നമ്മളെ ആ അതെ, ഇപ്പൊ പണ്ടത്തെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരു സംഘടിതമായിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഉം. വൈകാരികത പിന്നെ ഭയങ്കരമായിട്ട് തുളുമ്പുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതെ. അപ്പൊ നമ്മൾ കഴിവതും അത്തരം അ- ആളുകളോടുള്ള അത് എന്റെ എൻഗേജ്മെന്റ് പരമാവധി അഭിപ്രായത്തിൽ അത് ശ്രദ്ധിക്കണം. സാധാ മറ്റേ അവളെ ഈ മൗലവി പറഞ്ഞ മാതിരി സാധാ സീതാ മുസ്ലിംസ് പ്രശ്നമല്ല. ആ അതൊരു പ്രശ്നമല്ല. അതിന്റെ ഉള്ളിലുള്ള കുറച്ച് കളികളുള്ള ആൾക്കാരാണ് ഉണ്ട് പ്രശ്നം. ഉണ്ട് ഉണ്ട്, അത് ഞാൻ- ശ്രദ്ധിക്കണം എന്ന് പറയാം. നമ്മുടെ അത് ഉള്ളില് ഐ മീൻ അതിതീവ്ര നിലപാടുള്ളവര്. അപ്പൊ നേരിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മള് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, ബിസിനസ് ഉം. ആണെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. ഒരുപക്ഷെ അത് സംഘടിതമായിട്ടായിരിക്കൂല, പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നമുക്ക് പിന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ അവരാണ് ഇപ്പൊ ഒരു ടോട്ടലി നമുക്കൊരു ഒരു സങ്കടം. ഉം, അവരിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും ഉം, ഉം. ഏകദേശം അതെ, അത് മനസ്സിലായി അവരും തുടങ്ങുമ്പോളേ. നമ്മളൊരു പരിധി വരെ മനസ്സിടങ്ങാറാക്കാതിരിക്കുക, അവരെ ഓവർ പ്രഷർ ചെയ്യാതിരിക്കുക, ഞാനിപ്പോ അതാ ചെയ്യാറ്. അവരോട് ഇത്തരം കാര്യങ്ങൾ അമിതമായിട്ട് സംസാരിക്കാതിരിക്കുക. കാരണം അവരെ സംബന്ധിച്ച് ഇത് പറയില്ലേ, നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്കാണ് ഈ ഇത് തിരിച്ചറിവുണ്ടായിട്ടുള്ളത്. നമുക്കിത് അതെ. മനസ്സിലാവുന്നത് വരെ നമ്മൾ എങ്ങനത്തെ ഒരു വിശ്വാസിയായിരുന്നു ആ അതേ അവസ്ഥയിലായിരിക്കും ബാക്കിയുള്ള നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യര്. അപ്പൊ അവരെ നമ്മൾ ആ രീതിയിൽ തന്നെ അതെ. പരിഗണിക്കണം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വിളിക്കാൻ പറ്റിയില്ലേ. ആയിക്കോട്ടെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു നീറ്റലുണ്ട്, ഇപ്പൊ ഒരു റിലാക്സേഷൻ ഉണ്ട്. അത് ശരിയാവും, സമയമെടുക്കും. എല്ലാം ക്ഷമ ശരിയാവില്ലേ? വേണം, സമയമെടുക്കും എന്നാണ് സിനിമ ഡയലോഗ് ഉണ്ടല്ലോ. ഓക്കെ. ആയിക്കോട്ടെ, എന്തായാലും നടക്കട്ടെ. ഇന്നപ്പോ പരിപാടികളില്ലേ? ഉണ്ട് ഉണ്ട്, ഉണ്ടാവും. കുറച്ച് നമ്മളെ കഴിയുമ്പത്തേക്ക് വരും. ബാസിലിനൊന്ന് ഊരണ്ടേ? വരുമായിരിക്കൂലേ സംഭവത്തിന്? ബാസിലിന് എനിക്ക് ഊരണം. എനിക്ക് അവനോടുള്ള എന്ത് അത് ഭ്രാന്താന്ന് പറയാ പോട്ടെ, അത് അവനോട്. പോട്ടെ. അവന് ഓരോ ആളുകൾക്കും ഓരോ അവസ്ഥയല്ലേ. അതൊക്കെ, പക്ഷെ അവരെ അവന്റെ സംബന്ധിച്ച് പരിഹാസം സംഭവത്തിന് ഉണ്ടല്ലോ. പോരരുത് എന്ന് അല്ല, ബാസലിന്റെ മാത്രം പ്രശ്നമല്ല അത്. അവര് സംഘടിതമായിട്ട് തന്നെ ഇപ്പോ ടി കെ അഷ്റഫ് എന്ന് പറയുന്ന അവരുടെ വിസ്ഡത്തിന്റെ ഒരു മുതിർന്ന നേതാവാണ്. ആ. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ തവണ ഈ ഷമീർ ആയിട്ടുള്ള സംവാദത്തിന് മുന്നോടിയായിട്ട് ആ. പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇത്തരം സംവാദങ്ങളിൽ പോയി എൻഗേജ് ചെയ്യരുത്, അങ്ങനെ പോയിട്ട് സംവാദത്തിന് പോയിട്ട് ആരുടെയെങ്കിലും ഈമാൻ പോയി കഴിഞ്ഞാല് ഉം. സംവാദത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ കുറെ വിശ്വാസികളൊക്കെ അത് ചിലപ്പോൾ കേൾക്കും. അതെ അങ്ങനെ അതെ. കേട്ടിട്ട് ആരുടെയെങ്കിലും ഈമാൻ ഫസാദായി സ- കഴിഞ്ഞാല് അതിന്റെ സത്യം ഉത്തരവാദിത്തം പറഞ്ഞാല് ബാസിൽ നല്ല പ്രഷർ ഉണ്ട് കേട്ടോ. ആ നല്ല പ്രഷർ പ്രഷർ ഉണ്ട് ഉണ്ടാവും. എനിക്ക്. അതെ അതെ അതെ, ആ പ്രഷർ അതിനകത്ത് ഉണ്ടാവും. ഉം. അപ്പൊ എന്താ ബാസിലിന്റെ മാത്രം ഇതായിരിക്കൂല അറിയാം, അത് ഒരു കൂട്ടായ്മ എന്നുള്ള ആ രീതിയിൽ അവർക്ക് പക്ഷെ അതിന്റെ ഒരു നമ്മളിടയിൽ എത്തുന്ന പുള്ളിന്റെ ഒരു ഇതിലാണല്ലോ അതെ അതെ, അത് അവൻ. വിശ്വാസികൾക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ലെന്നേ. എല്ലാരും പക്ഷെ ആളുകളെയാണല്ലോ കാണുന്നത്. എല്ലാവർക്കും പറയാനുള്ള എന്താ പറയാ, പുള്ളിയുടെ ഒരു വോയിസ് കേൾക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവന് എന്തൊരു പുച്ഛ മനോഭാവമുള്ള ഒരു മനുഷ്യനാണെന്നറിയോ. അത് അതാണ്. വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമാണ്. വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് അവര് ഭയങ്കര മോറലി അവര് ഭയങ്കര ഹൈ ആണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മള് വിശ്വാസം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിവരമില്ല, വിശ്വാസം ഇല്ലാത്തവര് മണ്ടന്മാരാണെന്നൊക്കെയാണ്. അതായത് അതേപോലെ ചിന്തിക്കുന്ന ചില മതവിമർശകരുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. പൊതുവിൽ മതവിശ്വാസികളെ സംബന്ധിച്ച് അവര് ഒക്കെ ഭയങ്കര മോറലി ഹൈ ആയിട്ടുള്ള ആൾക്കാരും വിശ്വാസം ഇല്ലാത്തവര് എന്തോ മോശം ആൾക്കാരുമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു അധികാരം ഉള്ള ശബ്ദത്തിലാണ് അവർ സാധാരണഗതിയിൽ സംസാരിക്കുക. അതിപ്പോ ഏതെങ്കിലും ഉസ്താദുമാരോടൊക്കെ നമ്മളൊരു സംശയം, ഒരു തർക്കം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായിട്ടുള്ള സംശയമൊക്കെ ചോദിച്ചാല് പെട്ടെന്ന് നമുക്ക് അതിന്റെ സൗണ്ടോ മോഡുലേഷൻ ഒക്കെ മാറി നമുക്ക് കാണാൻ പറ്റും. എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുവരെ സൗഹാർദ്ദം നല്ല സംസാരിച്ച ആൾക്കാര് ഉം. പെട്ടെന്ന് നമ്മളൊരു എതിർപക്ഷത്താണ് അല്ലെങ്കിൽ നമ്മളൊരു വിമർശന പക്ഷത്താണ് നിൽക്കുന്നതെന്ന് തോന്നിയിട്ട് ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭാഷണത്തിലേക്ക് കടക്കുന്നതോടുകൂടി അവർ ഞാൻ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും. കേട്ടിട്ടുണ്ട് നിങ്ങളെ വീഡിയോസിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ അങ്ങനത്തെ. അതാണ്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരവസ്ഥയാണ്. അത് ഒക്കെ ശരിയാവുന്ന നമ്മളിങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ശരിയായില്ലേ, അങ്ങനെ എത്ര കുറെ ആളുകൾ അങ്ങനെ ശരിയായി വരും. എനിക്ക് ഉം. പറയാനുള്ള ആകെ ഇത്രേ ഉള്ളൂ. ആകെ 3 കൊല്ലം മാക്സിമം. അത് കഴിഞ്ഞ് ഉം. ഒരുപാട് പേരുണ്ടാവും ഇത് മനസ്സിലാക്കി തിരിച്ചു വരുന്നവര്. അതെ, ആളുകൾ അങ്ങനെ വരട്ടെന്ന്, സമയമൊന്നും നമ്മൾ നിശ്ചയിക്കണ്ട. ഇത് എന്താ വെച്ചാൽ ഇത് അതെ. ഗ്രാജുവലി ആളുകൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധം കൂടി തന്നെ വരുള്ളൂ.
അതെ. മാത്രമല്ല ഇവര് നമ്മൾ വിമർശിക്കുന്നതിന് മറുപടി പറയാൻ വേണ്ടി നടത്തുന്ന പരിപാടികൾ കേട്ടിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നതെന്നാണ് എന്റെ ഒരു നഷ്ടപ്പെടുന്നത്. വിലയിരുത്തല്. ഇപ്പൊ 2 അതെ ദിവസം അതെ. മുമ്പ് ജബ്ബാർ മാഷിന്റെ ഒരു വീഡിയോ ആ രീതിയിൽ വന്നിട്ടുണ്ട്. ജബ്ബാർ മാഷിന്റെ വീഡിയോ അല്ലേ? അതെ. വിസ്ഡത്തിന്റെ ആ പ്രോഗ്രാം. എന്തോരം അതിന്റെ അബദ്ധങ്ങളാണ് അതിലൊക്കെ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. ഓ ഞാൻ അതിന്റെ കുറച്ച് കണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണോ ജബ്ബാർ മാഷിന്റെ? അതെ 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 അതെ. ആ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല. കാണണം. ശരി ഞാൻ ശരി. അതൊന്ന് കണ്ടിട്ടില്ല. കാണേണ്ട വീഡിയോ ആണ്. കാണേണ്ട വീഡിയോ ആണല്ലേ? ആയിക്കോട്ടെ എന്തായാലും. അപ്പൊ ഇനി ആയിക്കോട്ടെ അടുത്ത് എന്നാലേ. സംസാരിക്കാം. ഓക്കെ, ഓക്കെ സന്തോഷങ്ങൾ ഞാൻ വിളിച്ചത്. വിളിക്കാം. ഓക്കെ ഓക്കെ ശരി ഓക്കെ ശരി. ഓക്കെ ഓക്കെ. ശരി.